ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മിക്സഡ് റെഫറൻസാണ്. അതായത് റിലേറ്റീവ് റെഫറൻസും അബ്സല്യൂട്ട് റെഫറൻസും കൂടെ ഒരുമിച്ച് വരുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. ഇവിടുത്തെ ഫോർമുല എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുറേ കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ബേസ് പ്രൈസ് ഇവിടെയുണ്ട്. ഓരോ ക്വാർട്ടറിലും ഒരു ഡിസ്കൗണ്ട് ഈ കോഴ്സിന് നൽകണം. അപ്പോൾ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണെന്ന് ആണ് അറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫോർമുല നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇതിൻ്റെ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഈസ് ഈക്വൽ ടു ഈ 800ൻ്റെ 50% അറിയേണ്ടത്. അപ്പോൾ 800 ഇൻറ്റു പിന്നെ 50%, ഇപ്പോൾ 400 വരും. യെസ്, ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല. പക്ഷേ ഈ ഫോർമുല എനിക്ക് എല്ലാ സെല്ലിലേക്കും അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യണം, അതിനുശേഷം എനിക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇത് കറക്റ്റല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് റെഫറൻസിൽ ഇപ്പം നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് റെഫറൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും സെല്ലിൽ വന്നിട്ട് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്തേക്കുന്ന ഫോർമുല അതുകൊണ്ട് ഈ 2 സെല്ലിൽ നിന്നാണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ആകത്തില്ലെന്ന് നമുക്കറിയാം. ഓക്കെ, കൺട്രോൾ ഇസിൽ അടിക്കുന്നു. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഫോർമുല എഴുതാൻ പോകണമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് സീഡ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. C4, ഈ C4നെ ഞാൻ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കാൻ വേണ്ടി F4 പ്രസ് ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടെ F4 പ്രസ് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഡോളർ സിമ്പിൾ ഇപ്പോൾ 4ൻ്റെ അവിടെ ഉള്ളൂ. വീണ്ടും ഒന്നുകൂടെ F4 പ്രസ് ചെയ്തപ്പോൾ ഡോളർ സിമ്പിൾ സീഡ് അങ്ങോട്ട് മാറി. വീണ്ടും ഒന്നുകൂടെ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോളർ സിമ്പിളേ പോയി. അപ്പം വീണ്ടും ഒന്നുകൂടെ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും ഈ സൈക്കിൾ. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഡോളർ സിമ്പിൾ സീഡ് അവിടെ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇൻറ്റു പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഈ 50% സെലക്ട് ചെയ്യുന്നു. അബ്സല്യൂട്ട് റെഫറൻസ് ആക്കാൻ വേണ്ടി F4 പ്രസ് ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടെ F4 പ്രസ് ചെയ്തപ്പോൾ നമ്മുടെ ഡോളർ സിമ്പിൾ 3യുടെ അവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുകയാണ്. ഇതാണ് 400 എന്ന് പറയുന്ന വാല്യൂ. എന്നിട്ട് ഞാൻ ഇതാ ഈ ഒരു സെല്ലിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 400 ഓക്കെ, ഇത് കറക്റ്റായി. 320 എന്ന് പറയുന്നത് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല 800 ഇൻറ്റു 40 ആണ്. അതാണ് വേണ്ടത്, അത് കറക്റ്റാണ്. ഇവിടെ വന്നപ്പോൾ 800 ഇൻറ്റു 30 ആണ്, അതും കറക്റ്റാണ്. ഇനി ഇവിടെ വന്നപ്പോൾ 800 ഇൻറ്റു 20 ആണ്. ഓക്കെ, ഇനി ഈ ഫോർമുലയെ ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്താലോ? ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് 400 ആണ്, കറക്റ്റാണ്. 800 ഇൻറ്റു 50. ഇവിടെ വന്നിട്ട് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 700 ഇൻറ്റു 50. ഇനി ഈ 3 സെല്ലിലൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഫോർമുല താഴോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വാല്യൂ. ഈ വാല്യൂ കറക്റ്റാണോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1400 ഇൻറ്റു 30 കറക്റ്റാണ്. ഇനി ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1200 ഇൻറ്റു 20%. ഇനി 280L പ്രസ് ചെയ്തതിന് ശേഷം F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 700 ഇൻറ്റു 40. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഡോളർ സിമ്പിൾ ഇപ്പം ഒരു സ്ഥലത്തേ കൊടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ $C പിന്നെ 4 ആണ്, അവിടെ ഡോളർ അല്ല, 4ന് തൊട്ട് മുമ്പ്. അപ്പം മിക്സഡ് റെഫറൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം ചിലതിനെ നമ്മൾ റിലേറ്റീവ് ആക്കിയിട്ടുണ്ട്, ചിലതിനെ നമ്മൾ അബ്സല്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ C4, C5, C6 എന്ന രീതിയിൽ പോകാൻ വേണ്ടി ഇതുണ്ടോ, ഇവിടെ C5, അതിനുശേഷം ഇവിടെ C6, അതിനുശേഷം ഇവിടെ C7, അതിനുശേഷം ഇവിടെ C8, അതിനുശേഷം C9. അപ്പോൾ C എന്ന് പറയുന്ന ഈ കോളത്തിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. ഇവിടെ വന്ന് നോക്കിയാലും C കോൺസ്റ്റൻ്റാണ്, ഇവിടെ വന്ന് നോക്കിയാലും C കോൺസ്റ്റൻ്റാണ്, ഇവിടെയും C കോൺസ്റ്റൻ്റാണ്. എന്നാൽ നിങ്ങൾ നോക്കേണ്ട ഒരു സംഗതി, ഈ സെല്ലിൽ നോക്കുമ്പോൾ ഈ ഒരു വാല്യൂ Fi ഇവിടെ കണ്ടോ, E ഇവിടെ നിങ്ങൾ നോക്കിയാൽ D അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ, നമുക്ക് അബ്സല്യൂട്ട് റെഫറൻസും റിലേറ്റീവ് റെഫറൻസും ഒരുമിച്ച് ഉപയോഗിക്കാൻ ഇതുപോലെ പറ്റും. അതിനാണ് മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഈ രീതി ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മൊത്തം സെല്ലിനെയും ഫില്ല് ചെയ്യാൻ പറ്റി. നിങ്ങൾ ഓരോ സെല്ലിലും വന്ന് ഫോർമുല സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പഠിച്ചത് ഒന്ന് ക്വിക്കായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 റെഫറൻസുകൾ നമ്മൾ പഠിച്ചു. റിലേറ്റീവ് റെഫറൻസിൽ നമ്മൾ പഠിച്ചതുപോലെ ഈ ഒരു കോളം ചേഞ്ച് ആകും, അതുപോലെ തന്നെ റോകളും ചേഞ്ച് ആകും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നീട് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് പഠിച്ചു. അബ്സല്യൂട്ട് റെഫറൻസിൽ നമ്മൾ റെഫറൻസ് ചെയ്യുന്ന കോളം, ഉദാഹരണത്തിന് ഇതാണെങ്കിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ കോളവും റോയും ചേഞ്ച് ചെയ്യത്തില്ല, ആ സെല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ വാല്യൂ കീപ്പ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചു
മിക്സഡ് റെഫറൻസ്. മിക്സഡ് റെഫറൻസിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോളത്തെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താം, അത് മാറാതെ നിർത്താം. ഇനി അതല്ല, ഒരുപക്ഷെ നമുക്ക് റോയെയാണ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നതെങ്കിൽ ആ റോയെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താം. എന്നിട്ട് വാല്യൂസ് വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. അപ്പോൾ 3 റെഫറൻസുകളും നിങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇച്ചിരി പാടായിരിക്കും, പക്ഷേ ഡോണ്ട് വറി, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പല എക്സസൈസിലൂടെ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും.